Hello friends, welcome to the channel. 𝙑𝙗𝙬𝙬 ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളൊന്ന് അൺബോക്സിങ് ചെയ്യാനും അതുപോലെ പരിചയപ്പെടാനും പോകുന്നത് ഒരു TWS ആണ്. ഒരു 3000 രൂപ താഴെ വരുന്ന ഒരു നല്ലൊരു TWS ആണ്. അപ്പോൾ നിങ്ങൾ നോർമലി എല്ലാ റിയൽമി അതുപോലെ നമ്മുടെ ഈ ഫോണുകളുടെ ബ്രാൻഡുകളായിരിക്കും TWS ഉപയോഗിക്കാറ്. അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും JBL, ഹർമൻ അതുപോലെ അങ്ങനത്തെ കുറേ ബ്രാൻഡുകളുണ്ട്. നമുക്ക് ഈ ബോസ് അതുപോലെ അങ്ങനെ മെയിനായിട്ട് നമ്മുടെ ഈ ഓഡിയോ മാത്രം കേന്ദ്രീകരിച്ച് ഇറക്കുന്ന കുറേ ബ്രാൻഡുകളുണ്ട്. അതിലൊരു ബ്രാൻഡാണ് നമുക്ക് SKULLCANDY. നിങ്ങൾക്ക് എന്തായാലും SKULLCANDY അറിയുന്ന ഒരു അമേരിക്കൻ ബ്രാൻഡാണ്. അപ്പോൾ അവരുടെ നമ്മളൊരു ബഡ്ജറ്റായിട്ടുള്ള 3000 രൂപ താഴെ വരുന്ന ഒരു 3000 രൂപ താഴെ വരുന്ന ഇപ്പോൾ പ്രൈസ് നോക്കി കഴിഞ്ഞാൽ 2800 നമുക്ക് ആമസോണിൽ പ്രൈസ് വരുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ബെസ്റ്റ് ബൈ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് SKULLCANDYയുടെ ടൈം എന്ന് പറഞ്ഞ ഒരു ചെറിയ മിനി ആൻഡ് മൈറ്റി എന്ന് പറഞ്ഞിട്ട് അവരുടെ ടാഗ് ലൈനാണ്. ചെറിയ സംഭവമാണ്, കാർക്കീൻ്റെ അത്രേ ഉള്ളൂ. പക്ഷേ നല്ല സൗണ്ട് നിങ്ങൾക്ക് അറിയാം. SKULLCANDYയുടെ ഒരു ക്വാളിറ്റി, സൗണ്ടിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് അറിയായിരിക്കും. കുറേ കാലം ഞാനൊരു ഇവരുടെ SKULLCANDYയുടെ വയേർഡായിട്ടുള്ള ഇയർഫോൺ കുറേ കാലമായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇവരൊരു ഒരു ക്വാളിറ്റി, ഇവരൊക്കെ ശരിക്കും ആക്ച്വലി ബാസ് ഓറിയൻറ്റഡ് അല്ല, ശരിക്കും ട്രിബിൾ ഓറിയൻറ്റഡ് ആയിരുന്നു. അപ്പോൾ ഈ ഇതും ബാസ് നോക്കി വാങ്ങിക്കുക TWS വാങ്ങിക്കുന്നവർക്കാണെങ്കിൽ നിങ്ങൾക്ക് ഞാനത് റെക്കമെൻഡ് ചെയ്യില്ല എന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി ഉപയോഗിച്ച് നോക്കി. നമ്മുടെ TWS ആണ് ഇതോടെ ഇരിക്കുന്നത്. അപ്പോൾ സംഭവം ഇത്രേ ഉള്ളൂ, നമ്മുടെ കീൻ്റെ ഇത്രേ ഉള്ളതുകൊണ്ട് ഞാൻ ആദ്യം കുറച്ച് മുമ്പ് തന്നെ നമ്മുടെ കാർക്കിയാന്ന് വെച്ചിട്ട് ഞാൻ എടുത്തുകൊണ്ട് പോയി കാർ തുറക്കാൻ നോക്കിയതുള്ളൂ. അപ്പോൾ ശരിക്കും കാർക്കിന്ന് വെച്ചാൽ സത്യം ശരിക്കും ശരിക്കും ഈ ബ്ലാക്ക് കളർ ആയി കഴിഞ്ഞാൽ ശരിക്കും കാർക്കി ഭയങ്കര മാറിപ്പോവും. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയണമായിരിക്കും. ഞാൻ എന്തായാലും അൺബോക്സിങ് വീഡിയോ നമ്മളിതിൻ്റെ ലേറ്റർ പാർട്ടിൽ കാണിക്കാം. നമ്മൾ ഓൾറെഡി കുറച്ച് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ പാർട്ട് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ എന്നറിയാൻ വേണ്ടിയാണ് നമ്മൾ ആ ടൈപ്പ് എടുത്തിട്ട്. അപ്പോൾ ഇതിന് നമുക്കൊരു ടാഗ് ഇടുന്നുണ്ട്, ശരിക്കും കീ ചെയിൻ ഇടാനുള്ളൊരു ടാഗുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ ശരിക്കും ഒരു കീ പോലെ തന്നെയായി. പിന്നെ നിങ്ങൾക്ക് ഇവിടെ മുകളിൽ കാണാൻ പറ്റുന്നത് ബട്ടണല്ല, ശരിക്കും ബട്ടൺ എന്ന് വെച്ചാൽ ഇത് ആക്ച്വലി നമ്മുടെ TWSൻ്റെ മുകളിൽ വരുന്ന ബട്ടണാണ്. ഇത് ശരിക്കും ടച്ച് സെൻസിങ് അല്ല, ഫിസിക്കൽ ബട്ടണാണ് വരുന്നതിൻ്റെ മുകളിൽ. നമുക്ക് ഇതിൽ വോളിയം കൺട്രോൾ ചെയ്യാം, നെക്സ്റ്റും ബാക്കും ഫോർവേഡൊക്കെ അടിക്കാം, അതുപോലെ പോസ് ചെയ്യാം, സംഭവങ്ങളൊക്കെ ചെയ്യാം. പിന്നെ പക്ഷേ നമ്മൾ എടുക്കുമ്പോൾ പോസ് ആവണം ആ സെൻസർ ഇതിലില്ല കേട്ടോ. പിന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും SKULLCANDY എന്ന് പറയുമ്പോൾ ഈ റേഞ്ചിൽ വരുമ്പോൾ അതിൻ്റെ കുറച്ച് കട്ടൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷേ വോക്കൽ ക്വാളിറ്റിയിലും അതുപോലെ മിഡും ഹൈ ഒക്കെ നല്ലോണം കിട്ടുന്നുണ്ട്. പക്ഷേ ബാസ് തീരെ കുറവാന്ന് വേണമെങ്കിൽ പറയാം. ട്രിബിൾ നല്ലോണം ഉണ്ട് കേട്ടോ. അങ്ങനെയാണ് ഇതിൻ്റെ സൗണ്ട് സിഗ്നേച്ചർ വരുന്നത്. പിന്നെ അതിൻ്റെ ബിൽഡ് ക്വാളിറ്റി പറയാൻ ഒരു രക്ഷ, നല്ല ബിൽഡ് ക്വാളിറ്റിയാണ്. ഒരു ശരിക്കും ഒരു 5000-6000 രൂപയുടെ ബിൽഡ് ക്വാളിറ്റി നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. മൈക്രോ USB പോർട്ടാണ് വരുന്നത്, അതൊരു കോൺ തന്നെയാണ്. പക്ഷേ ഫാസ്റ്റ് ചാർജിങ് ആവുന്നുണ്ട്. നമുക്ക് 12 hour കമ്പനി പറയുന്നത് വിത്ത് കേസ്. നമുക്ക് ഇയർഫോണിൽ തന്നെ നമുക്കൊരു 3.5 hour ഒക്കെയാണ് കിട്ടുന്നത് പറയുന്നത്. നമ്മൾ നോക്കി ഇപ്പോൾ ശരിക്കും ഒരു 3 hour ഒക്കെ കിട്ടുന്നുണ്ട്. ചെറിയ ഇയർഫോൺസ് ആണ് കേട്ടോ. ശരിക്കും എനിക്ക് തോന്നുന്നത് ലേഡീസിന് നല്ല ഒരു എന്തായിരിക്കും എന്ന് തോന്നുന്നു. എന്ന് വെച്ചാൽ ശരിക്കും നമ്മുടെ ഇയർഫോൺ എടുത്ത് കാണിച്ചാൽ ശരിക്കും ഇത്ര ഉള്ളൂ കണ്ടു. ഞാനിപ്പോൾ ഇതിന് കമ്പാരിസൺ വേണ്ടിയിട്ട് നമുക്ക് അവിടെ ഉണ്ടെന്നല്ലോ, അതാ OnePlusൻ്റെ ബഡ്സി കാണിക്കാനുണ്ടോ. ഇതിൻ്റെ ബഡ് പക്ഷേ നല്ല വലുതാണ് കേട്ടോ. ആക്ച്വലി നോക്കിക്കഴിഞ്ഞാൽ ബഡ് ഭയങ്കര വലുതാണ്. അപ്പോൾ എന്തായാലും നമ്മളിത് ലേറ്റ് ആക്കുന്നില്ല. നമുക്ക് അതിൻ്റെ അൺബോക്സിങ് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വരാം. അതിന് മുമ്പ് ചാനൽ പുതിയൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷനൊക്കെ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ഒന്ന് ഫോളോ ചെയ്യാനും മറക്കണ്ട. ആമസോണിൻ്റെ സ്റ്റോർ നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി നോക്കാം. നിങ്ങൾക്ക് എന്തായാലും ആമസോണിൽ നിന്ന് വാങ്ങിക്കാനുള്ള കുറച്ചും കൂടി ഈസി ആയിട്ട് കിട്ടും. എന്ന് വെച്ചാൽ ഡയറക്റ്റ് ആമസോണിൻ്റെ ലിങ്ക്സുകൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ കൂടെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചാനലിനൊരു സപ്പോർട്ടാണ്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റ്സുകളുടെയും അതുപോലെ ടോപ്പ് കാറ്റഗറീസിനും എല്ലാത്തിൻ്റെയും നമ്മളൊരു ഹോം പേജ് പോലെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒന്ന് ചെക്ക് ഔട്ട് നോക്കിയാൽ നിങ്ങൾക്ക് എന്തായാലും വാങ്ങിക്കാൻ ഭയങ്കര എളുപ്പമായിരിക്കും. പിന്നെ എക്സ്ട്രാ ചാർജുകളൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഒരു ആമസോണിൻ്റെ ഇൻഫ്ലുവൻസർ സ്റ്റോറാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും, അത് കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഒന്ന് ചെക്ക് ഔട്ട് നോക്കി നോക്കുക. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ അൺബോക്സ് വീഡിയോ പോകാം. അപ്പോൾ നമ്മുടെ SKULLCANDYയുടെ ഡൈമിൻ്റെ ബോക്സ് നമ്മളിപ്പോൾ ഈ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ബോക്സ് ഒന്ന് ആദ്യം പരിചയപ്പെടാം. അപ്പോൾ സീൽഡ് ബോക്സാണ്, നമ്മളിത് ഓപ്പൺ ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ അത് നമുക്ക് ആദ്യം നോക്കാം, ബോക്സ് ഒന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിവിടെ SKULLCANDYൻ്റെ ബ്രാൻഡിങ് ചെയ്തിട്ടുണ്ട്, മിനി ആൻഡ് മൈറ്റി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡയമണ്ട് നിങ്ങൾക്ക് അറിയായിരിക്കും, ഡയമണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചെറിയൊരു മോഡലാണ്. പിന്നെ ഇവിടെ ഡയമണ്ട് മോഡൽ നെയിം ചെയ്തിട്ടുണ്ട്, ട്രൂ വയർലെസ് ഇയർബഡ്സ് വേറെ ഭാഷയിൽ ചെയ്തിട്ടുണ്ട്. ഒരു QR കോഡ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഒരു പടം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. നമുക്ക് അതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് കുറച്ച് 12 hours ടോട്ടൽ ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. ചെറുതാണ്, അപ്പോൾ കുറച്ച് ബാറ്ററി കുറച്ച് കുറവുണ്ടായിരിക്കും. പിന്നെ നമുക്ക് കൊടുത്തിരിക്കുന്നത് കൺട്രോൾ മ്യൂസിക് പ്ലസ് മൈക്കാണ്. ഇതിൽ നമുക്ക് ടച്ച് കൺട്രോൾ അല്ല വരുന്നത്, സ്വിച്ചാണ് വരുന്നത്. ഡിഫോൾട്ട് സ്വിച്ചാണ് നമുക്ക് ഈ ഭാഗത്തായിട്ട് വരുന്നത്. അപ്പോൾ ടച്ച് കൺട്രോൾ അല്ല, അതൊരു നെഗറ്റീവ് വേണമെങ്കിൽ ഞാനിപ്പോൾ കോണായിട്ട് വേണമെങ്കിൽ അല്ലെങ്കിൽ പ്രോ ആയിട്ടും പറയാം. എന്താ വെച്ചാൽ ടച്ച് ആകുമ്പോൾ നമുക്ക് അനാവശ്യ ടച്ചുകളും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് അത് വരില്ല. പിന്നെ മറ്റേ കോണായിട്ട് പറയുകയാണെങ്കിൽ
നമുക്ക് ടച്ച് വെക്കാവുന്ന ടച്ച് കുറച്ചും കൂടി ഒരു പുതിയ ടെക്നോളജിയാണ്. അതിൻ്റെ ഒരു പിന്നെ നമുക്ക് ഈ ഫിസിക്കൽ ബട്ടൺ അമർത്താൻ പോലെ അമർത്താൻ കുറച്ച് പാടായിരിക്കും. അങ്ങനത്തെ രണ്ടും പ്രോ ഉണ്ട് കോണും ഉണ്ട് അതിന്. പക്ഷേ എന്തായാലും നമുക്ക് നോക്കണ്ട. പിന്നെ നമുക്ക് ഓട്ടോ കണക്ട് ഫീച്ചർ ഉണ്ട്. പിന്നെ നമുക്കിവിടെ സെക്യൂർ നോയ്സ് ഐസൊലേറ്റിംഗ് ഫിറ്റ് എന്നാണ് കൊടുത്തേക്കുന്നത്. നല്ല ടൈറ്റ് ഫിറ്റാണ് ഉദ്ദേശിക്കുന്നവർ. പിന്നെ നമുക്ക് താഴെയായിട്ട് കൊടുത്തേക്കുന്നത് വാട്ടർ റെസിസ്റ്റൻ്റ് ആണെന്ന് കൊടുത്തിട്ടുണ്ട്. ബ്ലൂടൂത്തിന് നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലായിട്ട് നമുക്ക് വെറുതെ സ്കൾക്കാൻഡിങ്ങിൻ്റെ ബാൻഡിങ് കുറേണ്ണം കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്ക് സൈഡിലായിട്ട് നമുക്ക് എന്താ കൊടുത്തേക്കുന്നത് നോക്കാം. നമുക്കൊന്ന് സൂം ചെയ്യാം. അപ്പോൾ അതിൻ്റെ MRP കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് 7499 രൂപയാണ്. ശരിക്കും അത് 3000-ൻ്റെ താഴെ വരുന്നൊരു മോഡലാണ് കേട്ടോ. ഇപ്പോൾ 3700 രൂപ, 3800 രൂപ, 3900 രൂപയ്ക്കാണ് നമുക്ക് ഇപ്പോൾ ആമസോണിൽ പ്രൈസ് വരുന്നത്. 1 ഇയർ വാറണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ ഇവർ വിൽക്കുന്നത് ബ്രാൻഡൈസ് ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ് അപ്പോൾ ഇന്ത്യയിൽ വിൽക്കുന്നത്. അതുപോലെ വാറണ്ടിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇവരാണ്. ഇവരുടെ വാറണ്ടിയുടെ വ്യത്യാസം എന്ന് വെച്ചാൽ നമുക്ക് ഒരു റീപ്ലേസ്മെൻ്റ് ആണ് ശരിക്കും അവർ തരിക കേട്ടോ. വാറണ്ടിന്ന് റിപ്പയറിങ് കാര്യങ്ങളൊന്നുമല്ല. ഞാൻ സ്കൾക്കാൻഡി ശരിക്കും ആക്ച്വലി നോർമൽ ടൈപ്പ് കുറേ കാലമായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ എനിക്ക് അതേപോലെ ഒരു കംപ്ലയിൻറ്റ് വന്നപ്പോൾ അവർ ശരിക്കും ഞാൻ മൈജി ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ടാണ് എറണാകുളത്ത് നിന്ന്. പക്ഷേ അവർ ഫുള്ളി റീപ്ലേസ് ചെയ്ത് തന്നു, പുതിയത് തന്നു നമുക്ക്. പിന്നെ നമുക്ക് ഇവിടെ അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സായിട്ട് ശരിക്കും കുറച്ച് ഫീച്ചേഴ്സ് ഇവിടെ പോയിട്ടുണ്ട്. നമ്മുടെ സ്റ്റിക്കർ വന്നിട്ട് അവിടെ പോയിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ പ്രീമിയം ഓഡിയോ ക്വാളിറ്റി എന്ന രീതിയിലുണ്ട്. മൈക്രോഫോൺ ഇൻ ബോത്ത് ഇയർബഡ്സിന് എടുത്തിട്ടുണ്ട്. നോയ്സ് ഐസൊലേറ്റിംഗ് ഫിറ്റ് എടുത്തുമ്പോൾ കുറേ ഭാഷയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. IPX ഫോർ സ്വീറ്റ് ആൻഡ് സ്വെറ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻ്റ് കൊടുത്തിട്ടുണ്ട്. റീപ്ലേസ്മെൻറ്റ് പോളിസി കണ്ടു. അതാണ് ഞാൻ പറഞ്ഞത്. റീപ്ലേസ്മെൻ്റ് ആണ് സ്കൾക്കാൻഡിയുടെ വരുന്നത്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇവിടെ നമുക്ക് ഇതിൻ്റെ 100% റീസൈക്കിൾ പാക്കേജിങ്. പിന്നെ കണ്ടൻ്റായിട്ട് നമുക്ക് ട്രൂ വയർലെസ് ഇയർബഡ്സ് ഉണ്ട്, ചാർജിങ് കേസ് ഉണ്ട്, ഇയർ ജെൽസ് ഉണ്ട്, 3 എണ്ണം ഉണ്ട്, മൈക്രോ USB ചാർജിങ് കേബിൾ വരുന്നുണ്ട്. അതൊരു മൈനസ് തന്നെയാണെന്ന് വെച്ചാൽ ടൈപ്പ്-C ആക്കായിരുന്നു. യൂസർ ഗൈഡ് വരുന്നുണ്ട്, വാറണ്ടി ഇൻഫർമേഷനും വരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് സീൽഡ് പാക്കേജാണ്. ഞാൻ പറഞ്ഞ പോലെ സീൽഡ് പാക്കേജാണ്. അപ്പോൾ നമുക്കിത് എന്തായാലും ഇത് കട്ട് ചെയ്യാം. ഞാൻ ആക്ച്വലി അപ്പോൾ നമുക്കിത് കട്ട് ചെയ്യാൻ നൈഫ് ഇവിടേക്കോ ഉണ്ടായിരുന്നു. എനിക്കിത് കട്ട് ചെയ്യണമെങ്കിൽ ചെറിയ നൈഫ് വേണം. അതിൻ്റെ നൈഫ് നമ്മളിവിടെ നൈഫ് ഉണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും നൈഫ് എടുത്തിട്ടുണ്ട്. ചെറിയ നൈഫാണെന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ സീല് വരുന്നത് ഇവിടെയാണ്. അപ്പോൾ നമുക്ക് ആ സീല് കറക്റ്റ് ഡാമേജ് ഒന്നും വരാണ്ട് നമുക്ക് കട്ട് ചെയ്യാം. എന്നുവെച്ചാൽ ഞാൻ ബോക്സൊക്കെ എടുത്ത് വയ്ക്കുന്നതാണ്. അപ്പോൾ ഞാൻ ബോക്സ് അങ്ങനെ കംപ്ലൈൻറ്റ് വരുത്താറില്ല. അപ്പോൾ അവിടെ ചെറുതായിട്ട് കട്ടായിട്ടുണ്ടെന്നുണ്ട്. നമുക്ക് ഇനി ഇവിടെ നിന്ന് കട്ട് ചെയ്യാം. കട്ടായെന്ന് തോന്നുന്നു. ഓക്കെ, കട്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്ക് പാക്കേജിൽ എന്തുള്ളത് നോക്കാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു പാക്കേജാണ് പറഞ്ഞത്. ശരിക്കും ഞാൻ പറഞ്ഞില്ലേ, ശരിക്കും നമ്മുടെ കാർ കീൻ്റെ അതേ സ്റ്റൈല്. കാർ കീൻ്റെ അത്രേ ഉള്ളൂ ശരിക്കും. സത്യം പറഞ്ഞാൽ എന്താ പോരാത്തെ ഒരു എനിക്ക് തടയുണ്ട് ഇവിടെ. നമ്മുടെ ചാർജിങ് കേബിളാണെന്നുണ്ട്. എന്തുകൊണ്ട് അവിടെ തടയുന്നുണ്ട്. അധികം വലിച്ചാൽ നമ്മുടെ ബോക്സ് കേടാവും. അപ്പോൾ ഞാനിതൊന്നും എടുത്തിട്ട് തിരിച്ചു വരാം കേട്ടോ. അപ്പം നമുക്ക് ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കിട്ടിയത്. ശരിക്കും അതിൻ്റെ ആ ഒരു പാക്കിലത്തെ ഈ സംഭവം ഉണ്ടല്ലോ, ഇതൊന്നും തടയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് ശരിക്കും കറക്റ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഭയങ്കര ചെറിയ സാധനമാണ്. നമുക്കിവിടെ ചാർജ് ഇയർബഡ് ആൻഡ് കേസ് ബിഫോർ യൂസ് ചെയ്യുന്ന വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു സ്കാൻ ടു ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് വേണ്ടി കൊടുത്തിട്ടുണ്ട് ഇവിടെ. പിന്നെ നമുക്ക് ബാക്ക് സൈഡിലായിട്ട് 100% റീസൈക്കിൾ എന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഞാൻ ബ്ലാക്ക് കളറാണ്. അതിൻ്റെ കുറേ കളേഴ്സ് അവൈലബിൾ ആണ്. ചെറിയ സാധനം കേട്ടോ. ശരിക്കും നമ്മുടെ കീ ഇല്ലേ, നമ്മുടെ കാറിൻ്റെ കീ അത്രേ ഉള്ളൂ. ഞാൻ എനിക്ക് ഉപയോഗിക്കുന്നത് ശരിക്കും OnePlus ബഡ്സ് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ ഇതിനുള്ളിൽ നമ്മുടെ കേബിൾ ഉണ്ടാവും. സോ കേബിളും ചാർജിങ് കേബിളും സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കും. നമുക്ക് അതിൻ്റെ നമുക്കത് ആ കീ ചെയിൻ പോലെ അത് ശരിക്കും കീ ചെയിൻ വേണമെങ്കിൽ കേട്ടോ. നമുക്കത് കീ ചെയിനായിട്ട് ഉപയോഗിക്കും ശരിക്കും. അപ്പോൾ അത് ആക്കാനുള്ളൊരു ഇത് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ ബഡ്സുകൾ വന്നിട്ടുണ്ട്. ബഡ്സ് നമുക്ക് എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ തന്നെ വെക്കാനെങ്കിൽ പോകും. പിന്നെ ഒരു ബുക്ക്ലെറ്റായിട്ട് 1 ഇയർ ഗ്ലോബൽ വാറണ്ടി അതിൻ്റെ ഇത് ബുക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് അറിയാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവർക്ക് റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയാണ്. നമുക്ക് അവർ സാധനം മാറ്റി തരിക ചെയ്യുക. ഫുള്ളി റീപ്ലേസബിൾ ആണ്. പിന്നെ നമുക്കൊരു സ്കൾക്കാൻഡിയുടെ ബ്രാൻഡിങ് ആയിട്ടുള്ളൊരു Type-A to ഒരു റിവേഴ്സബിൾ ആണത്. Type-A to മൈക്രോ USB കേബിൾ ചെറുത് പറഞ്ഞ് തന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് എന്തായാലും ഇപ്പം ഇനി ഡയറക്റ്റ് നമ്മുടെ ഇതൊക്കെ മാറ്റി വയ്ക്കാം. നമുക്ക് കേബിൾ നമുക്ക് ആവശ്യമില്ല. നമുക്ക് എന്തായാലും നമ്മുടെ നോർമൽ കേബിൾ ഉപയോഗിച്ച് ചാർജ് ചെയ്യാം. ഇതിൽ എന്തായാലും മൈക്രോ USB ഉണ്ട്, അത് കാരണം കുഴപ്പമില്ല. പക്ഷേ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് റാപ്പിംഗ് ഊരാം. ഇത് ഓക്കെ, ഇങ്ങനെയാണ്. ബിൽ ക്വാളിറ്റി നല്ല ബിൽ ക്വാളിറ്റി ഉണ്ട് കേട്ടോ. നല്ലൊരു ഹാർഡ് പ്ലാസ്റ്റിക് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു മാറ്റ് ഫിനിഷാണ് വന്നിരിക്കുന്നത്. നമുക്ക് ശരിക്കും 2 ബട്ടൺ പോലെ, ശരിക്കും ഇത് ബട്ടൺ തന്നെയാണ് കണ്ടു. ഇതാണ് ശരിക്കും ഇയർബഡിൻ്റെ ടോപ്പാണ് ഇത് കാണുന്നത്.
ബാക്ക് സൈഡിലായിട്ട് നമുക്കൊരു സ്റ്റിക്കറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. സ്കൾക്കാൻഡിയുടെ ഒരു ബ്രാൻഡിങ് വന്നിട്ടുണ്ട് ഇവിടെ. പിന്നെ നമുക്കിത് ഓപ്പൺ ചെയ്യാനുള്ളൊരു നല്ല ടൈറ്റാണ് കേട്ടോ. എന്ന് വെച്ചാൽ അവിടെ മാഗ്നറ്റിക് ഉണ്ടെന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ചെറിയൊരു നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, ലെഫ്റ്റും റൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും മാഗ്നറ്റിക് ആട്ടോ. നമുക്ക് സ്വൈപ്പ് അമരുമ്പോൾ നമ്മളൊരു ആ സൗണ്ട് ഇല്ലേ, സാറ്റിസ്ഫൈ സൗണ്ട്, അത് വരുന്നുണ്ട്. പിന്നെ നമുക്ക് കുറച്ചും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ടൈറ്റ് ഫിറ്റ് ആകും. പിന്നെ സംഭവം അനങ്ങില്ല. പിന്നെ ഈ സാധനം നമുക്ക് ഇടാനുള്ളൊരു ഇത് തന്നിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ മൈക്രോ USB പോർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വേറെ ബട്ടണും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് നേരം ചാർജ് ചെയ്തിട്ട് നമുക്ക് എന്തായാലും തിരിച്ചു വരാം കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ചാർജ് ചെയ്തിട്ടുണ്ട്, എന്നാലും ഫുൾ ചാർജ് ആയിട്ടില്ലേ. നമ്മളിപ്പോൾ ഈ ടാഗ് ഇട്ടു കേട്ടോ. അപ്പോൾ നമുക്ക് ടാഗ് ഇടുമ്പോൾ ശരിക്കും നമ്മുടെ കാറിൻ്റെ കീച്ചെയിൻ പോലെ തന്നെ ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഓട്ടോ പവർ ഓണാണ് വരുന്നത്. ഇത് ഓപ്പൺ ചെയ്ത് നമ്മൾ ഈ സാധനം എടുത്തു കഴിഞ്ഞാൽ ഓട്ടോ പവറാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഓട്ടോ പെയറിംഗ് മോഡിലേക്ക് വരും. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ മൊബൈലിലേക്ക് പോകാം. ഞാൻ മൊബൈലിൽ നമ്മുടെ ഇതൊന്ന് കുറച്ച് വയ്ക്കാം. നമ്മുടെ ലൈറ്റും ഞാൻ കുറച്ച് വയ്ക്കാം. അപ്പോൾ നമുക്ക് ഈ കറക്റ്റ് ക്ലിയർ ആയിട്ട് നമ്മുടെ ഇതിൽ കിട്ടുമല്ലോ, അല്ലെങ്കിൽ നമുക്ക് ഈ ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ നമ്മുടെ ഇതിൻ്റെ കുറച്ച് കൂട്ടാം. ഓക്കെ, അപ്പോൾ നമ്മൾ മൊബൈലിൽ ഇത് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ബ്ലൂടൂത്തിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ബ്ലൂടൂത്തിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ഓപ്പൺ ചെയ്യാം. നല്ല ടൈറ്റാണ് കേട്ടോ. ഇത് ഓപ്പൺ ചെയ്ത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഓട്ടോ പെയറിംഗ് മോഡിലേക്ക് വരുന്നതാണ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരോട് സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്, ഇത് ചാർജ് ആവാണ്ടിരിക്കാൻ. അപ്പോൾ ശരിക്കും നമ്മൾ ആ ചാർജ് എടുക്കണം. അപ്പോൾ ഈ ടാഗ് നമുക്ക് എടുത്ത് കളയണം കേട്ടോ, അല്ലെങ്കിൽ ചാർജ് ആവില്ല. നമുക്ക് ഒന്നുകൂടി വയ്ക്കാം. അപ്പോൾ ചാർജ് ആവേണ്ടി കണ്ടോ, റെഡ് ലൈറ്റ് കത്തുണ്ട്. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് വെക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ എടുത്ത് കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ട് സൈഡിലും റെഡ് കത്തുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കേസിന് സാധനത്തിലേക്ക് എത്ര ബാറ്ററി ഉണ്ടെന്ന് അറിയാൻ പറ്റും. അപ്പോൾ രണ്ട് സ്റ്റിക്കർ ഞാൻ കളഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ അത് അവരുടെ ആ ടെർമിനൽ പോർട്ട് തൊടാണ്ടിരിക്കാൻ അത് ഒട്ടിച്ച് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് പുതിയത് വരുന്ന ഡിവൈസിൽ നിങ്ങളത് കണ്ടിട്ടുണ്ടായിരിക്കും. ഇനി നമുക്കിത് എടുക്കാം. ഇതിൽ ചാർജ്, ഇതിൻ്റെ നമ്മുടെ ഇയർബഡിലേക്ക് ചാർജ് കയറിയിട്ടുണ്ടോയെന്ന് സംശയമാണ്. എന്താ വെച്ചാൽ അതിൽ ചീര് ചാർജിനാണെന്നല്ലോ. ഓക്കെ, അത് എടുത്തു. ഞാൻ പെയറിംഗ് മോഡിലായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഓൾറെഡി ബ്ലിങ്ക് ചെയ്യുന്നത് കാണണ്ടായിരിക്കും, റെഡും ബ്ലൂ ആയിട്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി നമ്മുടെ മൊബൈലിലേക്ക് പോയാണ്. ബ്ലൂടൂത്ത് ഓണാക്കി പെയർ ന്യൂ ഡിവൈസിൽ പോയി അവൈലബിൾ ഡിവൈസ് സെർച്ച് ചെയ്തപ്പോൾ അത് അവിടെ വന്നു, 𝙑𝙞𝙬𝙬 എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി വന്നു കഴിഞ്ഞു. അപ്പോൾ ഞാൻ അത് ഓൾറെഡി പെയർ മോഡ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ അലോ അസിസ്റ്റ് യുവർ കോൺടാക്റ്റ് എന്ന് പറഞ്ഞിട്ട് പെയർ മോഡ് വന്നു. പെയർ ഞാൻ കൊടുത്തു വിട്ടാൽ പെയർഡായി കണക്ട് ആയതാണ്. അവിടെ കണക്റ്റായി കണ്ടു. സംഭവം കണക്റ്റായി കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഞാൻ എന്തായാലും നമ്മുടെ ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി ഒന്ന് നോക്കി നോക്കാം. അതിൽ 90% ബാറ്ററി ഉണ്ടെന്ന് കാണിക്കുന്നത് നമ്മുടെ കേസിൽ. അപ്പോൾ സംഭവം പെയറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിൽ വെക്കാൻ വേണമെങ്കിൽ അതിൽ കുഴപ്പമില്ല, ഞാൻ ഓൾറെഡി പെയറായിട്ടുണ്ട്. ഇനി നമുക്ക് പാട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് ഞാൻ ആ സെക്ഷനിലേക്ക് പോവാം. അപ്പോൾ ഞാൻ നേരത്തെ ഫുൾ ചാർജിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബിൽ ക്വാളിറ്റി എനിക്ക് പറയാനുള്ളത്, ഫസ്റ്റ് തന്നെ നമ്മൾ ബിൽ ക്വാളിറ്റിനെ കുറിച്ച് പറയാം. ബിൽ ക്വാളിറ്റി സൂപ്പർ, ഒരു രക്ഷയില്ല കേട്ടോ. ആക്ച്വലി എൻ്റെ കയ്യിൽ നിന്ന് ഒരു വട്ടം നിലത്തേക്ക് പോകുന്നു, പക്ഷേ ഒരു കോറലോ ഒന്നുമില്ല. ഒരു മാറ്റ് ഫിനിഷ് സംഭവമാണ്. ബാക്ക് സൈഡിൽ സ്കൾക്കാൻഡിയുടെ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവരുടെ അഡ്രസ്സായിട്ടുള്ള സ്കൾക്കാൻഡി USA സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സർട്ടിഫിക്കേഷൻ സ്റ്റിക്കറൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറെ ഒന്നുമില്ല കേട്ടോ. നമുക്കിത് ഇങ്ങനെ ഇവിടെ ഒരു മാഗ്നറ്റിക് ആണ്. ശരിക്കും തുറക്കുമ്പോൾ ഇത് നിങ്ങൾക്കൊരു സൗണ്ട് കേൾക്കുന്നതായിരിക്കും. കണ്ടു, ഓട്ടോമാറ്റിക് മാഗ്നറ്റിക് ആണ്. അപ്പോൾ നമ്മൾ തുറക്കുമ്പോൾ തന്നെ നമുക്കിവിടെ ബഡ്സ് കാണാം, അതിൽ ലൈറ്റും കാണാം. ഇത് ചാർജ് ആയിക്കൊണ്ടിരിക്കുകയാണ്, റെഡ്. അപ്പോൾ ബഡ്സ് ഭയങ്കര ചെറുതാണ് കേട്ടോ. ഭയങ്കര ചെറുതെന്ന് പറഞ്ഞാൽ ഭയങ്കര ചെറുത്. ഞാൻ കമ്പാരിസൺ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ബഡ് വരുന്നത്. അപ്പോൾ ഒന്ന് ഫോക്കസ് ആവും. ഫേസിലേക്ക് പോകണം. നമ്മൾ ഫേസ് റെക്കഗ്നിഷൻ കൊടുത്തുകൊണ്ട് ഇവിടേക്ക് ഫോക്കസ് ആവുന്നില്ല. ഞാനിത് എന്തായാലും ഇത് നമ്മുടെ OnePlus Buds C ആണ്. അപ്പോൾ ഇതിൻ്റെ ബഡിൻ്റെ അതിൻ്റെ സൈസ് ഞാൻ കാണിച്ചു തരാം. രണ്ടും ഇങ്ങനത്തെ സ്റ്റെം വരുന്ന ടൈപ്പ് തന്നെയാണ്. ഇതാ നിലത്ത് വീണാലാണ് കുഴപ്പം. ഇതാ രണ്ടും വ്യത്യാസം കണ്ടോ. അപ്പോൾ ഇത്രയ്ക്കും ഡിഫറൻസാണ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ കറക്റ്റ് ഇതായി നിന്ന് നോക്കുന്നത് ഫ്ലക്ച്വേഷൻ വരുന്ന ലൈറ്റിൽ. അപ്പോൾ ഇത്രയ്ക്കും ഡിഫറൻസ് വരുന്നുണ്ട്. സൗണ്ട് ക്വാളിറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ OnePlus Budsനായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ OnePlus Budsൽ ചെറുതായിട്ട് കുറച്ചും കൂടി ഒരു ബാസ് ഉണ്ട്. ഇതിൽ ശരിക്കും ബാസ് ഭയങ്കര കുറവാണ്. പക്ഷേ ട്രിബിളും വോക്കൽ സൗണ്ടൊക്കെ സൂപ്പറാണ് കേട്ടോ കേൾക്കാൻ. നമ്മുടെ ബാസ് അത്രയ്ക്ക് ഇഷ്ടമില്ലാത്തവർക്ക് നല്ലൊരു ചോയ്സ് തന്നെയാണ്. അതുപോലെ കോൾസും പ്രോബ്ലം ഒന്നുമില്ല, നല്ല ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ട്.
ഒരു 10ൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു 8 ഒക്കെ നമുക്ക് കൊടുക്കാം. അതുപോലെ വോക്കൽസ് ആയാലും നമുക്ക് മ്യൂസിക് ആയാലും നമുക്ക് 10ൽ ഒരു 8 ഒക്കെ കൊടുക്കാം. ബാസ് ഒന്നും ഇല്ലാതെ തന്നെ. പിന്നെ സ്വിച്ച് നമുക്ക് ഇതിൽ കൺട്രോൾ വരുന്നത് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒരു ഫിസിക്കൽ ബട്ടൺ തന്നെയാണ് വരുന്നത്. നമുക്ക് ഒരു ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ റൈറ്റിലത്തെ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് പാർട്ടിലേക്ക് പോകാം. 2 വട്ടം അമർത്തി കഴിഞ്ഞാൽ നമുക്ക് വോളിയം കൂട്ടാം. അതുപോലെ നമുക്ക് 3 വട്ടം അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ അസിസ്റ്റൻസിനെ വേക്ക് ചെയ്യാം. അങ്ങനത്തെ ഫീച്ചേഴ്സും കാര്യങ്ങളുണ്ട്. പിന്നെ എടുത്തു കഴിഞ്ഞാൽ പോസ് ആവണ സെൻസർ നമുക്കിതിൽ മിസ്സാണ്. അതൊരു പോരായ്മ തന്നെയാണ്, സത്യം പറഞ്ഞാൽ പോരാ തന്നെയാണ്. പിന്നെ സ്കൾക്കാൻഡിയുടെ അവർ നമുക്കറിയാം, നമുക്ക് സ്കൾക്കാൻഡിൻ്റെ ഒരു ബ്രാൻഡ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ JBLനെ കുറിച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ബേസിക് മോഡലിൽ എല്ലാ ഫീച്ചേഴ്സും അവർ തരില്ല. പക്ഷേ സ്പീക്കർ ക്വാളിറ്റി രക്ഷയില്ലാത്ത സ്പീക്കർ ക്വാളിറ്റി ഉണ്ട്. ബിൽ ക്വാളിറ്റിയും ഒന്നും പറയാനില്ല, നല്ല സൂപ്പർ ബിൽ ക്വാളിറ്റി തന്നെയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ മെയിനായിട്ട് ഇതിൻ്റെ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഇതാണ് കണ്ടു. ശരിക്കും അതിൻ്റെ ഒരു കാറിൻ്റെ കീ ഇവിടെ ഉണ്ട്. ശരിക്കും കാറിൻ്റെ കീ ആയിട്ടും കുറച്ചും കൂടി ചെറുതാണ്. പക്ഷേ ബിൽ ക്വാളിറ്റി വൈസിൽ ഒരു പ്രോബ്ലം ഇല്ല. നമുക്ക് ചാർജിങ് സൂപ്പറായിട്ട് വരുന്നുണ്ട്. നമുക്ക് ഇവിടെ ഫ്രണ്ട് സൈഡിൽ തന്നെ ഈ ചാർജിങ് പോർട്ടിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ നമുക്കൊരു LED വരുന്നുണ്ട്. ഒരു ഗ്രീനും അതുപോലെ മൾട്ടി കളർ LED വരുന്നുണ്ട് ചാർജിങ്ങിൻ്റെ. അപ്പോൾ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 3000 ഉള്ളിൽ ബസ് വായു തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നോർമലായിട്ടുള്ള നമ്മുടെ ഫോൺ ബ്രാൻഡുകളുടെ TWS വേണ്ടെന്നുണ്ടെങ്കിൽ നോക്കാവുന്നൊരു സംഭവം തന്നെയാണ്. പിന്നെ നമുക്കൊരു വെറൈറ്റി വേണം. എല്ലാവരും റിയൽമിയും ഇതൊക്കെയാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് സ്കൾക്കാൻഡി എന്ന് പറയുമ്പോൾ ഒരു പ്രീമിയം ബ്രാൻഡ്. അപ്പോൾ റിയൽമി എന്നൊക്കെ പറയുമ്പോൾ ഒരു ബഡ്ജറ്റ് ബ്രാൻഡാണ് ഫോണിൽ തന്നെ. അപ്പോൾ അങ്ങനെ ഒരു നല്ലത് നോക്കുമ്പോഴും ഇത് തന്നെയാണ് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. ഇപ്പോൾ നമുക്കിപ്പോൾ ജാബറയുടെ ആയാലും അങ്ങനത്തെ സോണിയുടെ ആയാലും ഇപ്പോൾ അങ്ങനത്തെ ആയാലും നിങ്ങൾക്ക് അതേപോലെ ഒരു ഓഡിയോ ബ്രാൻഡുകളാണ് അവർക്ക്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഡിഫറൻസ് നമുക്ക് എന്തായാലും കിട്ടും. അപ്പോൾ എന്തായാലും ഇത് ഇപ്പോൾ ഓഫർ സംതിങ് ഇപ്പോൾ ആമസോണിൽ വരുന്നത് 2799 സംതിങ് ആണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ബെസ്റ്റ് ബൈ ലിങ്ക് കിട്ടും. അപ്പോൾ ഞാൻ എന്തായാലും നമുക്കൊന്ന് വെച്ച് നോക്കാം. ഞാൻ ശരിക്കും ആക്ച്വലി 2 ദിവസം ഉപയോഗിച്ച് നോക്കി, എന്നിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ഇതിൽ ഫിറ്റിൻ്റെ കാര്യം നമുക്ക് ഇനി അടുത്ത് പറയാനുള്ളത്. ഹലോ, നമുക്കിത് കണക്ട് ചെയ്യുമ്പോൾ തന്നെ പവർ ഓൺ പറഞ്ഞിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഓട്ടോ പവർ ഓൺ ആണ്. നമ്മൾ ഇന്ന് എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഓട്ടോ പവർ ഓൺ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് 2 പാട്ട് കേട്ട് നോക്കാം. അപ്പോൾ പാട്ട് ഞാൻ ആക്ച്വലി മുമ്പ് കേട്ടതാണ് കേട്ടോ. അപ്പോൾ അത് കുഴപ്പമില്ലാത്ത പാട്ടുകളുണ്ട്. ബാസ് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഓൾറെഡി ബാസ് പറഞ്ഞല്ലോ. ബാസ് കുറവാണ് ശരിക്കും. ബാസ് നോക്കുന്നവർക്ക് ശരിക്കും ഞാനത് റെക്കമെൻഡ് ചെയ്യില്ല. പക്ഷേ വോക്കൽസും മിഡ്സും എല്ലാം സൂപ്പറാണ്, നല്ല ക്ലിയർ ആണ്, നല്ല ക്ലാരിറ്റിയാണ്, കൊള്ളാം. അപ്പോൾ വോക്കൽസിൻ്റെ കാര്യമൊക്കെ പറയാനുള്ളത് ഇത് നമുക്ക് ഇത്രയാണ്. അപ്പോൾ ബാസ് നോക്കുന്നവർക്കാണെങ്കിൽ ഞാനത് റെക്കമെൻഡ് ചെയ്യില്ല. ഇത് ആക്ച്വലി ഇപ്പോൾ പെയറിംഗ് മോഡലായിട്ടുണ്ട്, ഡിസ്കൗണ്ട് ആയതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ തന്നെ നമ്മളിപ്പോൾ ഞാൻ ആക്ച്വലി എൻ്റെ ഉള്ളത് OnePlus Buds C ആണ്. അപ്പോൾ OnePlus Buds നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും, അത്യാവശ്യം ഫേമസ് ആയ സാധനമാണ്. ഇതിന് അത്യാവശ്യം ബാസ് കുറച്ച് കൂടുതലുണ്ട്, പക്ഷേ വോക്കൽസ് കുറച്ച് ക്ലാരിറ്റി കുറവാണ്. അപ്പോൾ അങ്ങനെ നോക്കി കഴിഞ്ഞാൽ ശരിക്കും ഇതിൻ്റെ 2ഉം 10ൽ 8.2 കൊടുക്കാൻ പറ്റും. പിന്നെ ഇതിന് പ്ലസ് പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ടച്ച് സെൻസിങ് ആണ്. പക്ഷേ ഇത് ടച്ച് സെൻസിങ്ങും ഫിസിക്കൽ ബട്ടൺ എന്ന് വെച്ചാൽ 2നും പ്രോണ്ട് കോണുണ്ട്. അപ്പോൾ അത് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചാൽ ടച്ച് സെൻസർ പെട്ടെന്ന് ഓട്ടോമാറ്റിക് ടച്ച് ആവും നമുക്ക് കിടക്കുമ്പോഴൊക്കെ. ഇപ്പോൾ ബട്ടൺ ആണെങ്കിൽ അങ്ങനെ കുഴപ്പമില്ല. കൺവീനിയൻ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടച്ചാണ് കൺവീനിയൻ്റ്. അപ്പോൾ അങ്ങനെ നോക്കി കഴിഞ്ഞാൽ 2ലും പ്രോണ്ട് കോണുണ്ട്. അപ്പോൾ അത് നമ്മൾ നോക്കുന്നില്ല. സൗണ്ട് സിഗ്നേച്ചർ നോക്കുമ്പോൾ 2 ഒരേ ക്വാളിറ്റിയാണ് വരുന്നത്. പിന്നെ നമുക്കൊരു മൈനസ് എന്ന് പറയുന്നത് ഇതിൽ നല്ലതെന്ന് വെച്ചാൽ മൈക്രോ USB പോർട്ടാണ് വരുന്നത്. ഇതിൽ നമുക്ക് OnePlusൻ്റെ Type-C പോർട്ടാണ് വരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്ലസ് പോയിൻ്റ് പിന്നെ വരുന്നത്. പിന്നെ ബിൽ ക്വാളിറ്റി വൈസ് എനിക്ക് ശരിക്കും ഇതിൻ്റെ കേസിനായിട്ടും ബിൽ ക്വാളിറ്റി ഇതിൻ്റെ കേസിനാണ് കേട്ടോ. OnePlusന് നമുക്ക് ഈ നോബ് കുറച്ചിങ്ങനെ വോബ്ലിംഗ് ഉണ്ട്. അത് കുറച്ച് വാങ്ങിക്കുമ്പോൾ ഉണ്ടാകുന്നില്ല, പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ വോബ്ലിംഗ് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു വട്ടം അതിൻ്റെ ഇതും ഉണ്ടായിരുന്നു. പക്ഷേ കോറിലും കാര്യങ്ങളൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ കളറായതുകൊണ്ടായിരിക്കാം കുറച്ച് നോക്കി വയ്ക്കാൻ പാടാണ്. പിന്നെ ബ്ലാക്ക് ഉണ്ടെങ്കിൽ, പക്ഷേ ബ്ലാക്ക് ഇപ്പോൾ ഒരു പുതിയ മോഡൽ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 കമ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന്, പക്ഷേ ഇപ്പോൾ നമുക്ക് ഈ മോഡൽ കിട്ടില്ല. ഇപ്പോൾ അതിന് ആണെങ്കിൽ ഇത് 3000 രൂപയുടെ താഴെയുള്ള മോഡലായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ മോഡൽ ഇല്ല. ഇപ്പോൾ നമുക്ക് 4999 Z2 മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യാൻ നമുക്കിത് പറ്റില്ല. എന്ന് വെച്ചാൽ അതിൽ ANC കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഇതിൽ നമുക്ക് ANC ഇല്ല, നോർമൽ ക്യാൻസലേഷൻ മാത്രമേ ഉള്ളൂ. പിന്നെ കറക്റ്റ് ഫിറ്റാണ്, അതുകൊണ്ട് നമുക്കൊരു വാക്കം പോയി ക്രിയേറ്റ് ആവുന്നൊക്കെ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല. ബെസ്റ്റ് ബൈ ലിങ്ക് തന്നെ, വാല്യൂ ഫോർ മണി തന്നെയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്ന വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. Instagram, Facebook ഫോളോ ചെയ്യുക. അതുപോലെ നമ്മുടെ ഈ വീഡിയോ കാണാത്തൊരു പോയി കാണുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയട്ടെ, സപ്പോർട്ട് ചെയ്യാൻ പറയാം. അപ്പോൾ ശരി ഫ്രണ്ട്സ്, ബൈ.